ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മുടെ ഇന്നുള്ളത് 2026 ഹോണ്ടേൻ്റെ സിവിക്ക് സ്പോട്ടിൻ്റെ തന്നെ ഹാച്ച് ബാക്കാണ്. നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു. ഇത് അതിൻ്റെ ഹാച്ച് ബാക്കാണ്. ഹാച്ച് ബാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ആ ഒരു സെഡാൻസ് ഫിനിഷ് ഉണ്ടാകത്തില്ല. അതിന് പകരം നമുക്ക് കുറച്ചും കൂടി ഒരു ഹാച്ച് ബാക്ക് ആയിട്ട് അത് ഒറ്റൊരു പാളി പോലെയായിട്ടായിരിക്കും നമ്മൾ ബാക്കിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഒറ്റൊരു പാളി പോലെയായിട്ടായിരിക്കും അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അധികം ഇതിനകത്ത് പറഞ്ഞ് നീട്ടോ പരിപാടികളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഡിസൈൻ, എക്സ്റ്റീരിയർ ഡിസൈൻ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. അതുപോലെ ഇൻറ്റീരിയർ ഡിസൈൻ ഒന്ന് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. വളരെ കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് സിവിക്ക് സ്പോട്ട് ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞു കിട്ടുന്നതിന് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് സിവിക്ക് സ്പോട്ടിൻ്റെ അല്ലെങ്കിൽ സിവിക്ക് സ്പോട്ടിനെ കുറിച്ച് 2026 കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ താഴെ കൊടുക്കുക. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫുള്ള് 2026 ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. നിങ്ങൾ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു നമ്മുടെ ആ പ്രൊജക്റ്റ് ഹെഡ് ലാമ്പിലോ കാര്യങ്ങളിലോ ഒന്നും ഡിഫറൻസ് വരുന്നില്ല. നമ്മുടെ സൈഡ് ടയേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം സെയിം ആണ് വരുന്നത്. അതുപോലെ നമുക്ക് മിറേഴ്സിലേക്ക് വരുമ്പോഴത്തേനും മിറേഴ്സ് നമുക്ക് ഇവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് ചെയ്ത മിറേഴ്സാണ് വരുന്നത്. സൈഡിലേക്ക് വരുമ്പോഴത്തേനും സൈഡ് കാര്യങ്ങളൊന്നും ഒരു ഡിഫറൻസ് വരുന്നില്ല. നമുക്ക് ആ ഒരു ബി പില്ലറിൻ്റെ അവിടുന്ന് നമ്മൾ ആ ഒരു സി പില്ലറിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ആ ഒരു ശരിക്കും ഡിഫറൻസ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. നമുക്ക് ഇവിടുന്ന് ഇതൊരു മൊത്തത്തിലൊരു സിംഗിൾ പീസായിട്ടാണ് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കിത് ഒരു ഫുൾ സിംഗിൾ പീസായിട്ടാണ് നമുക്ക് ഈ ഒരു ബൂട്ട് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുക. അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയറിലുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത്. നമുക്ക് അതുപോലെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഒരു പീസായിട്ടാണ് നമുക്കിത് ഓപ്പൺ ആവുക. അതിനകത്ത് കാര്യം എന്താ പറയുക, ഇതിനകത്തെ ബൂട്ട് സ്പേസിലും കാര്യങ്ങളൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഞാൻ എൻ്റെ സൈഡ് ബൈ സൈഡ് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഒരു പിക്ചർ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് ഈ ബാക്കിലേക്ക് വരുമ്പോഴത്തേന് ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടെയിൽ ലാമ്പിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ ആ സെഡാൻ്റെയും അതുപോലെ നമ്മുടെ ഈ ഹാച്ചിൻ്റെയും കൂടെ ഞാൻ ഒരു ചെറിയൊരു ഫോട്ടോസ് ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആ ബാക്കിൽ ഈ ഒരു ടെയിൽ ലാമ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ ഒരു ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ബാക്കിൽ ഈ ഒരു പാർട്ടിലാണ് ശരിക്കും ഡിഫറൻസ് വരുന്നത്. ഈ ഒരു ഇവിടുന്ന് നമുക്ക് ഈ ഒരു മൊത്തത്തിലാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. അതല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളിൽ വിക്കിൻ്റെ ബാഡ്ജ് വരുന്നുണ്ട്. അതുപോലെ സ്പോട്ടിൻ്റെ ബാഡ്ജ്, ഇത് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ നമുക്ക് ആ ഒരു വിൻഷീൽഡിൻ്റെ നമുക്ക് നോസിൽ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് സെഡാനിൽ വരുമ്പോഴത്തേനും അത് വരത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു വാഷറിൻ്റെ നോസിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നിന്ന് വരുമ്പോഴത്തേനും നമുക്ക് കാര്യമായ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഫൈബർ ഫിനിഷ് കുറച്ചും കൂടെ ഒരു സ്പോട്ടി ലുക്കായിട്ട് നിങ്ങൾക്ക് കണ്ടോ. നിങ്ങൾക്ക് ആ ഈ ഒരു സെറ്റപ്പ് മാത്രമാണ് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഡിഫറൻസ് വരുന്നത്. ഞാൻ നിങ്ങളെ വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു സെഡാനും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സെഡാൻ്റെ ഒരു ലുക്ക് വരുന്നത്. സെഡാൻ ആകുമ്പോഴത്തേനും നമുക്ക് ആ ബാക്കിൽ ശരിക്കും ആ ഒരു കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇവിടെ വരുന്നില്ല. അതാണ് ശരിക്കും അതിൻ്റെ ഒരു ഡിഫറൻസ് മറ്റേ നമ്മുടെ സെഡാനും അതുപോലെ ഹാച്ച് ബാക്കും ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഈ ഒരു എക്സ്റ്റീരിയറിലെ നമുക്കൊരു ഡിഫറൻസ്. നമുക്ക് ഇനി അകത്ത് പോയിട്ട് അകത്ത് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് നോക്കാം. നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും ഇൻറ്റീരിയറിലും കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ സെഡാൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരേ സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നമുക്ക് ഓരോ ട്രിമ്മിലേക്ക് പോകുമ്പോഴത്തേനും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സ്ക്രീനിലും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ സൈസിലും കാര്യങ്ങളിലും കുറച്ച് ഫീച്ചർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഓരോ ട്രിമ്മിലും ഡിഫറൻസ് വരുന്നുണ്ട്. അതല്ലാണ്ട് നമ്മൾ സിവിക്കിൻ്റെ സെഡാനിൽ നിന്ന് നമ്മൾ ഈ ഒരു ഹാച്ചിലേക്ക് വരുമ്പോഴത്തേനും കാര്യമായ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. സെയിം ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ആ ഒരു സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരേ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴും ഡിസൈനിൽ ഒരു ഡിഫറൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിലും സെയിം ആ ഒരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലും പിന്നെ നമ്മുടെ ഈ ഒരു സെൻട്രൽ കൺസോളൊക്കെ ആണെങ്കിലും സെയിം ആയിട്ടാണ് നമുക്ക് വരുന്നത്. പിന്നെ ഈ ഒരു ട്രിം ആയതുകൊണ്ട് മാത്രം ഇതിന് നമുക്ക് ക്ലോത്ത്സ് സീറ്റാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ആംബ്രസ്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ളത് ക്ലോത്ത് മെറ്റീരിയലാണ് വരുന്നത്. അതല്ലാണ്ട് ഇതിനകത്ത് കാര്യമായ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. നമുക്കിനി ബാക്കിൽ പോയിട്ട് ബാക്കിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് നോക്കാം. കാര്യമായ ഡിഫറൻസ് അഗൈൻ ബാക്കിൽ നമുക്ക് വരുന്നില്ല. ബട്ട് ചെറിയൊരു ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ബാക്കിൽ പോയിട്ട് ബാക്കിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഈ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് മറ്റേ നമ്മുടെ ഒരു സെഡാനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കാര്യമായ ഡിഫറൻസ് ഇല്ല. പക്ഷേ നമുക്ക് ഇവിടെ ഒരു സ്കൂപ്പിംഗ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മുടെ ഒരു ഹെഡ് സ്പേസ് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. ഇത് പ്രത്യേകിച്ച് ആ ഒരു ഹാച്ചിൻ്റെ ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇവിടുന്നാണല്ലോ ഞാൻ നേരത്തെ നിങ്ങൾ പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തന്ന പോലെ ഇവിടുന്നാണ് ആ ഒരു കട്ടിങ് തുടങ്ങുന്നത്.
അപ്പോൾ നമുക്ക് ഈ ഒരു സ്കൂപ്പിംഗ് തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് റൂം ഭയങ്കരമായിട്ട് കോംപ്രമൈസ്ഡ് ആവും. അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ശരിക്കും ഒരു സ്കൂപ്പിംഗ് കൊടുത്ത് നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടെ ഒരു ഹെഡ് റൂം നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടി അവർ ചെറിയൊരു സ്കൂപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് നമുക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേനും കാര്യമായ ഒരു ഡിഫറൻസ് വരുന്നില്ല. ഈ കോർണർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെറിയ സാധനം വരുന്നുണ്ട്. നമുക്ക് മറ്റേലേക്ക് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒരു ഒരു വലിപ്പമുള്ള ഒരു ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേനും അതിലൊക്കെ ചെറിയൊരു കോംപ്രമൈസിങ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സീറ്റിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഫാബ്രിക്കും അതുപോലെ ഈ സൈഡൊക്കെ നമുക്ക് വരുമ്പോഴത്തേനും ലെതർ പോലത്തെ നമുക്കൊരു ഫിനിഷുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് നടുക്ക് ക്ലോത്തും അതുപോലെ ആ സൈഡിൽ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് വരുന്നത്. റൂഫ് ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലാക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചെളി പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ബാക്കിലാണെങ്കിൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, മൈക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വേറെ ഇപ്പോൾ ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു നമുക്ക് ആ ഒരു ബാറ്ററി പാക്കിന് വേണ്ടിയുള്ള ഒരു അതിൻ്റെ ഒരു വെന്റിലേഷനും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ടണൽ ഇവിടെ വരുന്നുണ്ട്. സെൻട്രൽ ടണൽ അത്യാവശ്യം ഒരു ഒരു ബമ്പി ആയിട്ട് തന്നെ നമുക്കൊരു വലിയൊരു സെൻട്രൽ ടണൽ വരുന്നുണ്ട് നമുക്ക് ബാക്കിൽ. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് ആ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ കിട്ടുന്നത്. നമുക്ക് ഇതിനകത്ത് ഡ്രൈവിങ്ങിലോ കാര്യങ്ങളിലോ ഒന്നും നമുക്ക് വ്യത്യാസം വരുന്നില്ല, എഞ്ചിനിലും വ്യത്യാസം വരുന്നില്ല. പക്ഷേ നമുക്ക് ആ ഒരു സെഡാനിന്ന് ഹാച്ച് ബാക്കിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു ഡിഫറൻസ് മാത്രമേ നമുക്ക് ഈ ഒരു നമ്മുടെ 2026 ഹോണ്ടേൻ്റെ സിവിക്ക് ഹാച്ച് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വരുന്നുള്ളൂ. പിന്നെ ഓരോ ട്രിമ്മിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ട്രിമ്മിലേക്ക് പോകുമ്പോഴത്തേനും അതിൻ്റെതായ ഡിഫറൻസ് വരുന്നുണ്ട്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അല്ലാണ്ട് കാര്യമായ ഒരു ബിഗ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു കീ വരുന്നത്. കീക്കകത്ത് നമുക്ക് സാധാരണ നമ്മളൊരു ഹോണ്ടയിലൊക്കെ കാണുന്ന പോലെ ലോക്ക് അൺലോക്ക് ബട്ടൺ കാണുന്നുണ്ട്, റിമോട്ട് സ്റ്റാർട്ട് വരുന്നുണ്ട്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളതുണ്ട്, അതുപോലെ നമുക്ക് പാനിക് ബട്ടൺ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കീ ആണെങ്കിൽ നമുക്ക് ഇതിൽ ജസ്റ്റ് ഈ സൈഡിലൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കീ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ തിരിച്ച് നമ്മുടെ ഡ്രൈവർ സീറ്റിലേക്ക് തന്നെ വന്നു. നമ്മുടെ ആ ഒരു ഫീച്ചറിൽ കാര്യങ്ങളിൽ വലിയ ഡിഫറൻസ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ബട്ട് സ്റ്റിൽ നമുക്ക് ഇതിനകത്ത് ഡ്രൈവ് മോഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സ് വരുന്നത് നമുക്ക് സ്പോർട്ട്, നോർമൽ, ഇക്കോ അങ്ങനെ 3 ഡ്രൈവ് മോഡ്സ് ആണ് നമുക്ക് വരുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേയിൽ അതിൻ്റെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ബാക്കി നമുക്ക് ഈ ഒരു സ്ക്രീനിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ബട്ടണൊക്കെ ആണെങ്കിലും പൊതുവെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ അത്രയും എളുപ്പമുള്ള വേറെ പരിപാടിയില്ല. അപ്പോൾ ഫിസിക്കൽ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു TFT സ്ക്രീൻ ഇതിനകത്ത് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേന് ആ ബെൻസും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹീറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. ഇതല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇങ്ങോട്ടൊക്കെ കൺസോളിലൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് നമ്മൾ ആ സിവിക്കിൻ്റെ സെഡാൻ്റെ നമ്മൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു പാർട്ടൊക്കെ നമുക്ക് കാർബൺ ഫിനിഷിൻ്റെ ഒക്കെ ആ ഒരു സെറ്റപ്പൊക്കെ നമുക്ക് ഇതിനകത്തും വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു നമ്മുടെ ഈ ഒരു ഹാച്ച് ബാക്കിൽ വരുന്നത്. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. ബ്ലാക്ക് ആയിട്ടുണ്ട്, മൊത്തം ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആയിട്ടുണ്ട്. അതല്ലാണ്ട് പ്രത്യേകിച്ച് വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ഡീറ്റെയിലിങ്ങിലേക്കും പോകാണ്ട് വളരെ ഷോർട്ടായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വെക്കുന്നത്. നമ്മളിപ്പോൾ ആ ഒരു ഹാച്ചിൽ നിന്ന് നമ്മുടെ സിവിക്കിൻ്റെ ഹാച്ചിൽ നിന്ന് നമ്മൾ നേരെ വന്നേക്കുന്നത് സിവിക്കിൻ്റെ SIയിലേക്കാണ്. SIൻ്റെ നമുക്ക് ആ ഒരു ഗിയർ നോവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ SI ആണെന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അതിനകത്ത് ഗിയർ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് മാനുവലാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സീറ്റിംഗ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നമുക്ക് ആ ഒരു SIൻ്റെ ബാഡ്ജിങ്ങും അതുപോലെ റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നല്ല അടിപൊളി. നമുക്ക് ഇതിനകത്ത് ഇൻറ്റീരിയറിലേക്കൊക്കെ വരുമ്പോഴത്തേനും കൂടുതലും നമുക്ക് ഈ ഒരു ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ റെഡ് സ്റ്റിച്ചിങ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു AC വെൻസിൻ്റെ ഇവിടെ ആണെങ്കിലും റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അത് കുറച്ചും കൂടെ സ്പോർട്ടി ആക്കിയിട്ടുണ്ട്. ഈ ഒരു ലിവറൊക്കെ ആണെങ്കിലും ഈ ഒരു ഈ ഗിയർ ലിവറൊക്കെ ആണെങ്കിലും അതിൻ്റെ ആ ഒരു ലെറ്റേഴ്സ് ഒക്കെ ആണെങ്കിലും റെഡിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെഡാൻ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തു. സെഡാൻ നമ്മൾ 2026 ആയിരുന്നു. നമ്മളിപ്പോൾ SI നമ്മൾ കവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ നമ്മൾ സിവിക്കിൻ്റെ തന്നെ വ്യത്യസ്തമായ മോഡൽസുകൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നത്. നമ്മൾ ആ ഒരു വീഡിയോയ്ക്കകത്താണെങ്കിൽ നമ്മൾ ഹാച്ച് ബാക്ക് വളരെ അതിനകത്ത് കുറച്ച് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു. നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേന് SI ആണ്. SIന് നമുക്ക് മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുവലാണ്. അതുപോലെ ഇതിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. വേറെ കൃത്യമായ അതിനകത്ത് കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചുകളല്ലാണ്ട് വേറെ ഭയങ്കരമായ ഡിഫറൻസ് ഒന്നും ഇതിനകത്ത് നമുക്ക് വരുന്നില്ല. ബാക്കിൽ ഞാൻ ബാക്കിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് ഞാൻ കാണിക്കും. അയ്യോ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിതൊരു സോഫ്റ്റ് ടച്ച് ആ ഒരു
ക്ലോത്ത് മെറ്റീരിയലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ആംബ്രസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആംബ്രസ്റ്റിലാണെങ്കിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. മുകളിൽ റൂഫ് ലൈനേഴ്സ് ആണെങ്കിൽ ബ്ലാക്ക് ആണ് റൂഫ് ലൈനേഴ്സ്. സീറ്റിംഗ് പൊസിഷനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ നമുക്ക് ഈ ഒരു സീറ്റൊക്കെ ആണെങ്കിലും നമുക്ക് ഹീറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് ആ ഒരു ഹീറ്റഡ് സീറ്റ്സിൻ്റെ നമുക്ക് ആ ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് 3 ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ഇവിടെ വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. ഈ സൈഡൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവർ ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റിംഗ് ഒക്കെ ആണെങ്കിലും ബ്ലാക്കും പിന്നെ ആ ഒരു റെഡിൻ്റെയും കോമ്പിനേഷനാണ് നമുക്ക് ഇവിടെയൊക്കെ വരുന്നത്. നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിൽ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും ആ ഒരു റെഡിൻ്റെ കോമ്പിനേഷൻ. നമുക്ക് ഇതേപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ 2 USB Type A നമുക്ക് ചാർജിങ് പോർട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു SIൻ്റെ ബാക്കിലെ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒരു സെഡാനാണ്, പക്ഷേ നല്ല സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. എനിക്ക് ഈ ഒരു ലെഗ് റൂമൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. നല്ലൊരു സ്പോർട്ടി വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ റിലയബിളും ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ടേൻ്റെ SI. സിവിക്കിൻ്റെ SI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുവലായിട്ട് നല്ല ഓടിച്ച് നടക്കാൻ പറ്റും. നല്ല അതിൻ്റെ സ്പീഡും അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ചെറിയൊരു ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കൂടുതൽ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആ ഒരു അകത്തുനിന്ന് സെക്കൻഡ് റോയിൽ നമ്മൾ പുറത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് വീൽസും അതിൻ്റെ അലോയ്സൊക്കെയാണ് നമുക്ക് എടുത്ത് നിൽക്കുന്നത്. 18 ഇഞ്ചിൻ്റെ വീൽസാണ് നമുക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ കളറൊക്കെ ആണെങ്കിൽ ഒരു ബ്ലൂ കളറാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നല്ല അടിപൊളി സിവിക്കിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ കൂടുതൽ ഡിസൈന് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ബൂട്ട് എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഒരുപാട് സ്ഥലമുണ്ട് ഇതിനകത്ത്. ഇഷ്ടം പോലെ സ്ഥലം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ സീറ്റ് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പുൾബാർ കാര്യങ്ങളൊക്കെ 2 സൈഡിലും കൊടുത്തേക്കുന്നുണ്ട്. നല്ല ഇഷ്ടം പോലെ സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് 1 2 അല്ലെങ്കിൽ ഇഷ്ടം പോലെ പെട്ടികൾ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ മേളിലായിട്ട് നമുക്ക് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയറിൽ നമുക്ക് കിട്ടുന്ന ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ SIൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ സിവിക്കിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ വണ്ടീൻ്റെ നമ്മൾ ആ ഒരു ബാക്കി സിവിക്കുകളിൽ നിന്നൊക്കെ നമുക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും നമുക്ക് സാധാ സിവിക്കിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേനും വലിയതായ ഒരു ഡിഫറൻസ് ഒന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും SIൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. ഒരു നല്ല അടിപൊളി ഭംഗിയുള്ളൊരു അടിപൊളി സ്പോർട്ട് വണ്ടിയാണ് നമുക്ക് ഈ ഒരു സിവിക്കിൻ്റെ SI. സ്പോർട്ടി വണ്ടിയാണെന്ന് പറഞ്ഞു. നമുക്ക് ഇതിൻ്റെ എൻജിൻ ബേയും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എൻജിനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ SIൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വണ്ടികൾ എടുക്കുന്ന പോലെ നമുക്ക് ക്ലച്ച് ചവിട്ടണം. സാധാരണ വണ്ടികൾ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാനഡ ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾ അല്ലെങ്കിൽ എല്ലാ വണ്ടികളും തന്നെ നമുക്കിവിടെ ഓൾമോസ്റ്റ് ഏകദേശം എല്ലാം തന്നെ നമുക്കിവിടെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇത് മാനുവൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാനുവൽ ക്ലച്ച് ചവിട്ടി തുടങ്ങാം. നമുക്ക് ഇതിന് നല്ലൊരു പവർ ഔട്ട്പുട്ടാട്ടോ വരുന്നത്. നിങ്ങൾക്കിത് പോകുന്ന കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല പവർ ഔട്ട്പുട്ട് വരുന്നൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ഗിയറുള്ള വണ്ടികൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ചൊരു സുഖമാണ്. ഒരുപാട് നാളായി എടുത്തിട്ട്, എന്നാലും അല്ല ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 പോക്കാട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ആ ഒരു ഗിയറിൻ്റെ ആ ഒരു സുഖം കൂടെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റും. നമ്മൾ സാധാ സിവിക്കിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേനും എനിക്ക് ഇതിൻ്റെ സ്റ്റിയറിങ് കുറച്ചൊന്ന് ഹാർഡായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പവർ ഡെലിവറി വരുമ്പോൾ നമുക്ക് ആ ഒരു കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ഇത് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി വണ്ടിയാണ്. നല്ല സ്പോർട്ടി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ഈ ഒരു സിവിക്കിൻ്റെ SI. അതുപോലെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്. ഇത് കൊടുത്തു കഴിയുമ്പോൾ അതുപോലെ ഇൻഡിക്കേറ്ററൊക്കെ ഇടുമ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു നല്ല അടിപൊളി നമുക്ക് ഒരു ഫീൽ നമുക്ക് കിട്ടും. ശരിക്കും നമുക്കിത് വിട്ടെടുക്കാൻ തോന്നുന്ന നമുക്കൊരു വണ്ടിയാണ്. അതേ സമയത്ത് നമുക്ക് ആ ഒരു കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കുറയാണ്ട് തന്നെ നമുക്കിത് എടുക്കുകയും ചെയ്യാം.
അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് മാനുവലായിട്ടുള്ള വണ്ടി എടുത്തതിൻ്റെ ഒരു സന്തോഷം. പക്ഷെ നമുക്ക് അധികം നമ്മൾ ഈ വണ്ടി എടുക്കുന്നില്ല. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇപ്പോൾ എടുത്ത അത്രയും തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് നല്ല എന്താ പറയുക നല്ല പവർഫുള്ളാണ് വണ്ടി. അതുപോലെ നമുക്ക് നല്ല റിലയബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ്. ഹോണ്ടയാണ്. അപ്പോൾ അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്കിത് കൊണ്ട് നടക്കാൻ പറ്റും. അടിപൊളി വണ്ടിയാണ്. ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ SI ഒക്കെ കാര്യങ്ങൾ കിട്ടാൻ കുറച്ച് പാടാണ്. വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് പോകുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വണ്ടി സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ വീഡിയോ ഇതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. താങ്ക്